അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിന്റെ മുമ്പിൽ എത്തിയപ്പോ ഞങ്ങൾ ഇപ്പോഴിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി വൈബാക്കിയ നേരെ ഒരു സ്പീഡ് ബോട്ട് റൈഡ് കുടിക്കാന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് വിട്ടു. പാർക്കിംഗ് ഫീസ് കൊടുക്കണതിന്റെ മടിക്ക് നേരെ 1 കിലോമീറ്റർ നടന്നിട്ടാണ് പോണേ. ഇങ്ങോട്ടുള്ള എൻട്രി ഫീസ് അഡൽസിന് 40 റുപ്യാണ്. അങ്ങനെ 40 റുപ്യന്റെ 4 ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ എൻട്രി കയറിയിട്ടാ. ഞങ്ങൾ വിചാരം ഈ ടിക്കറ്റ് കൊണ്ട് ബോട്ട് കയറാന്നായിരുന്നിട്ടാ. പക്ഷെ ബോട്ടിങ്ങിന് വേറെ 1600 റുപ്യന്റെ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ടിക്കറ്റ് എടുത്തപ്പോഴാണ് പറഞ്ഞത് താങ്കൾ ക്യൂലാണെന്ന്. അപ്പൊ ആ ക്യൂ ടൈം മുതലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഉള്ള ഒരു ഷോപ്പ് കയറി. അങ്ങനെ ആന്റിക്കും വിന്റേജും റെട്രോ ഒക്കെ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, കുറച്ചേരം ബോട്ടിങ് പുറത്തുനിന്ന് കാണാന്ന് വിചാരിച്ചാണ്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടോ. അങ്ങനെ ചുറ്റിപ്പറ്റി കുറച്ചേരൊക്കെ അവിടെ നിന്നപ്പോ നമ്മളെ ടൈമായി. നമ്മളെ നേരെ വിളിച്ച് നമ്മൾ നേരെ യൂണിഫോം ഇട്ട് നേരെ ഇറങ്ങാൻ നിൽക്കട്ടെ. അങ്ങനെ എന്തായാലും എനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ധൈര്യം ആയതുകൊണ്ട് ഞാൻ മുമ്പിൽ തന്നെ നടന്നിട്ടോ. അങ്ങനെ ബോട്ട് കയറി 100-110 ഒരൊറ്റ പോക്കിട്ടോ. കുറച്ചേരം സ്ലോക്കും പിന്നെ കുറച്ച് നല്ല സ്പീഡിലാണ്ട് കറക്കിയിട്ട് നല്ല പേടിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. നല്ല വൈബായിരുന്നു എന്തായാലും. അങ്ങനെ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു ബോട്ടിന്റെ വിഷ്വലും കണ്ടില്ല നിങ്ങള്. എന്താ മൂഡ്, പക്ക ഒരു സിനിമാറ്റിക് വൈബ് തന്നെ. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു കരിക്കുടിക്കാനാട്ടോ. അവിടുന്ന് പിന്നെ വട്ടവടക്ക് ഒറ്റപ്പെടുത്തായിരുന്നു. അവിടുന്ന് പിന്നെ വയ്ക്കുന്ന ഫുഡും കഴിച്ചിട്ടോ. ഫുഡും കഴിച്ച് നേരെ പോണത് എടുക്കാന്ന് അറിയോ നിങ്ങൾക്ക്? സ്ട്രോബെറി ഫാം അങ്ങനെ പിള്ളേര് പറഞ്ഞായിരിക്കും സ്ട്രോബെറി ഫാമക്ക് നേരെ പോയി റൈറ്റ് എടുത്ത് ഞങ്ങൾ നേരെ അവിടെ എത്തിയിട്ടാ. എന്തായാലും അടിപൊളി കാഴ്ചയായിരുന്നു. നമുക്ക് അതിമെന്ന് പറിച്ച് തിന്നാന്നൊക്കെ വിചാരിച്ചപ്പോ അത് പറ്റൂല എന്ന് പറഞ്ഞു. അവിടെ തന്നെ പിന്നെ സൺഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. സൺഫ്ലവർ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ അവിടുന്ന് ജാമും വാങ്ങിക്കാണ്ട് നേരെ വിട്ടു.